ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തലമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ചിത്രം വരക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ ആദർശ് ഒന്ന് ചോദിക്കണം, എന്തായി നയന കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അങ്ങോട്ട് ഇതായിട്ടില്ല, തീരാറായിട്ടുണ്ട്, പിന്നെ കുറച്ചും കൂടി ഉണ്ട് ആദർശേട്ടാ, വലിയൊരു റിസ്ക് ഉള്ള ടാസ്ക് തന്നെയാണല്ലോ ഇവർ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയകൾ മുഴുവൻ ചെയ്യണമല്ലോ. എൻ്റെ മനസ്സിലേക്ക് കുറച്ച് ഐഡിയകളൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നോക്കട്ടെ, ഞാനും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നോക്കാം, താൻ ചെയ്തോടോ, ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നും പറഞ്ഞ്. അപ്പോൾ നയന ഇങ്ങനെ പടങ്ങളെല്ലാം വരക്കാൻ നേരത്ത് ആദർശ് നയനയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും അതേപോലെ തന്നെ അനിയുമാണ്. അപ്പോൾ അനിയും നന്ദും കൂടി ഒരു പാർക്കിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അതെ, നാളെ ഇല്ലേ നിൻ്റെ ബർത്ത്ഡേ, അപ്പോൾ നമുക്കൊന്ന് ആഘോഷിച്ചാലോ? ആഘോഷിക്കാനോ? അതൊന്നും വേണ്ട, അതല്ല, കേക്ക് മുറിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കേക്ക് മുറി ഇന്ന് രാത്രി 12 മണിയോടെ ആയാലോ? ദേ വേണ്ട കേട്ടോ, രാത്രി 12 മണിക്കൊന്നും പോയി നമ്മൾ കേക്ക് മുറിക്കേണ്ട കാര്യമില്ല അനി. എന്തിനാണ് നന്ദു ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എടോ, രാത്രി 12 മണി കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം അല്ലേ, അപ്പം നമുക്ക് ആ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതല്ല, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാണ്. അനിയാണോ രാത്രി കയറി വന്നത്? ദേ പിന്നെ ആരാണ് നിന്നെ കാണാൻ വേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊരു ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാ. അത് ശരി, എന്തായാലും നിന്നെ കെട്ടാനുള്ളതല്ല ഞാൻ. ഇനിയപ്പോൾ അതോ പിടിക്കപ്പെട്ടാലും നമുക്കൊരു പ്രശ്നവുമില്ല, നമ്മുടെ കല്യാണം നടക്കാനുള്ളത് തന്നെയാ. അപ്പോൾ പിന്നെ എന്തിനാണ് കൂടുതൽ ചിന്തിക്കുന്നത് എന്നും ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും അനി അത് വേണോ? നയനേച്ചി ആണെങ്കിൽ പിറ്റേ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നടക്കുകയല്ലേ, ആഘോഷിച്ചോട്ടെന്നേ, പിറ്റേ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ചോട്ടെ. പക്ഷേ ഈ ബർത്ത്ഡേ എനിക്ക് നിന്റെ ഒപ്പം മാടിച്ചു പൊളിച്ച് ആഘോഷിക്കണം നന്ദു, അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇനി നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതെ അനി, എന്നെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കല്ലേ. അതെ, ആദർശേട്ടനും നയൻ ചേച്ചിയൊക്കെ വല്ലാത്തൊരു ടെൻഷനിൽ നടക്കുകയല്ലേ. ആ സമയത്ത് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചാലോ? നീ ഇപ്പോൾ വലിയ കമ്പനിയുടെ MD ഒക്കെയാണ്, പിന്നെ രാത്രി 12 മണിക്കൊക്കെ നമ്മൾ പുറത്ത് പോയി ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലേ ഞാനൊരു പോലീസ് ഓഫീസറാ, ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായ ഏർപ്പാടാണ്. അത് ശരി, എന്താ പോലീസ് ഓഫീസർക്ക് പ്രണയിക്കാനായിട്ട് പാടില്ലേ? അത് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ നന്ദു, നിന്റെ ജോലിക്കൊരു അപമാനം വരുന്ന രീതിയിൽ ഞാനൊരു പ്രവൃത്തിയും ചെയ്യില്ല. എന്താ അതുപോലെ? അതോടുകൂടി തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ഈ ബർത്ത്ഡേ ആഘോഷം നല്ല പൊടിക്കോള് എന്നിങ്ങനെ പറയാ. നിന്റെ ആഗ്രഹം അതോ ആണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എതിർത്തൊന്നും വേണ്ട, നീ അത് ചെയ്തോ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. ഈ സമയം തന്നെ നമ്മുടെ നയനയെ കാണിക്കുകയാണ്. അപ്പം നയനയാണെങ്കിൽ ഈ ഡിസൈൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഡിസൈൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആദർശ് വരികയാണ്. നയനെ കഴിഞ്ഞു നയനെ എന്ന് ചോദിക്കുകയാണ്. ഒരുവിധം കഴിയാറായി, ഇത് എത്രയും പെട്ടെന്ന് അടച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയാം. അപ്പോൾ ഈ സമയം തന്നെ ജ്വല്ലറി ഇല്ലേ നമ്മുടെ മാളവികയാണെങ്കിൽ ആകെ ടെൻഷനില്ല. ദൈവമേ, ഇതെന്താ വരാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആദർശേട്ടാ, ദേ കഴിഞ്ഞിട്ടാ ആദർശേട്ടാ എന്ന് നയനയും പറയാണ്. എവിടെ നോക്കട്ടെ, നിന്റെ ഡിസൈനൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് ചോദിക്കുക. അങ്ങനെ നമ്മുടെ നയന വരച്ച ആ ഡിസൈൻ മുഴുവനും കാണുക. ഇത് കണ്ട ആദർശാണെങ്കിൽ ഞെട്ടിപ്പോവാണ്. എൻ്റെ നയനെ തന്നെ സമ്മതിച്ചേട്ടോ, തൻ്റെ കഴിവൊരു അപാരം തന്നെയാണ്. എങ്ങനെയാണോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയുന്നത്? വലിയൊരു ടാസ്ക് തന്നെയല്ലേ തന്നത്. അത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് തന്നെ ഒരു കാര്യവും മനസ്സിലായില്ല. പക്ഷേ താൻ എത്ര പെട്ടെന്നാണ്, ശരിക്കും പറഞ്ഞ 1 മണിക്കൂർ പോലും ആയില്ല, അതിനു മുമ്പ് തന്നെ ഇതെല്ലാം അടിപൊളിയാക്കിയല്ലോ. ആദർശേട്ടാ, എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അഴച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ആ മാളവികയെ വിശ്വസിക്കാമോ? ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിസൈൻ മുഴുവനും അഴച്ചു കൊടുത്തു, അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിട്ട് പാരയായിട്ട് മാറുമോ? പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂലേ? മാളവിക ആ ഒരു ടൈപ്പിലുള്ള പെണ്ണല്ല നയന. കാരണം മാളവികയെ എനിക്ക് നേരത്തെ മുതലറിയാം. കമ്പനിയിൽ നല്ല ആത്മാർത്ഥതയുള്ള ഒരു പെണ്ണ് തന്നെയാണ് നയന. അപ്പോൾ മാളവികനെ ഓർത്തൊന്നും ആർക്കും ഒരു ടെൻഷനും വേണ്ട. മാളവിക അങ്ങനെ ചതിക്കുകയൊന്നുമില്ല. പിന്നെ അവൾ പുറത്തേക്ക് പോയെങ്കിലും അവൾ വിശേഷ ദിവസങ്ങളിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവൾ ഒരു ഫോറിനറായിട്ടാണ് കല്യാണം കഴിഞ്ഞത്, അതുകൊണ്ട് ആ കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റാതിരുന്നത്. അതിലവൾക്ക് സങ്കടമുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ് എന്ന രീതിയിൽ തന്നെ പറയാം. എന്നെ ഇടക്ക് വിളിക്കാറുണ്ട് അവൾ.
അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇത്രയും വർഷത്തോളം ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കുന്ന സമയത്ത് എന്നോട് കള്ളത്തരോ അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ ചതിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയാണ് മാളവിക എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുകയാണ്. അപ്പോൾ ഇത് അടച്ചു കൊടുക്കുക അല്ലേ, ഇത് അടച്ചു കൊടുക്കാം. പക്ഷേ ഇത് അടച്ചു കൊടുത്ത് ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? മാളവിക ഡിസൈൻസ്, നയന ഡിസൈൻസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി വരാനായിട്ട് പോകുന്നത് മാളവിക ഡിസൈൻസ് എന്ന് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല എൻ്റെ നയനെ. അങ്ങനെ വരുമോ? അങ്ങനെ വരും. എന്നാൽ മാത്രമല്ലേ നമുക്ക് അവിടുത്തെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആ ഫോട്ടോസ് മുഴുവനും നമ്മുടെ ആദർശ് മാളവികയ്ക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ മാളവികയ്ക്ക് അയച്ചു കൊടുത്തിട്ട് മാളവിക പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു കുറേ പ്രിന്റുകളൊക്കെ എടുക്കണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാളവിക ആണെങ്കിൽ ഞെട്ടിപ്പോവാണ്. എൻ്റെ ദൈവം എത്ര നല്ല ഡിസൈനാണ് ഈ കാണുന്നത്. ഷോ അപ്പോൾ നയനയ്ക്ക് നയന മേഡത്തിന് ഇത്രയും വലിയൊരു കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മൂർത്തീസ് കമ്പനിയിലെ ഡിസൈനറാണ് നയന മേഡം. പക്ഷേ ഇത്രയ്ക്കും വലിയ കഴിവായിരുന്നോ? അതും എത്ര പെട്ടെന്നാണ് ഡിസൈനെല്ലാം ചെയ്ത് തീർത്തത്. നയന മേഡത്തെ ലണ്ടനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വലിയ ഉയർച്ച തന്നെയായിരിക്കും നയന മേഡത്തിന് ഉണ്ടാവുക. ആദർശ് സാറിന് ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയതേ വലിയ ഭാഗ്യം തന്നെയാണ്. എന്നാലും ഞാൻ ചിന്തിക്കുന്നത്, ഈ മൂർത്തീസ് കമ്പനിയിലെ മൂർത്തി സാറും ആദർശ് സാറും ഒക്കെ നല്ല മനസ്സിന്റെ ഉടമയല്ലേ? അവർക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ചതി പറ്റാനുള്ള കാരണം? അവരെ തകർക്കാൻ നോക്കിയത് ആരാണ്? അവരാരെങ്കിലും അവരെ കണ്ടുപിടിക്കണം. എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ആദർശ് സാറ്. അപ്പോൾ സാറിന് വേണ്ടി എനിക്ക് ഇങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയണം. ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആദർശ് സാറ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യം ചെയ്തേ മതിയാവുള്ളൂ. ഇതിൽ പിന്നിൽ കളിച്ചത് ആരാണോ അവരെനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രിൻ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ മാളവിക നേരെ ആ കേബിനിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കേബിനിൽ കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ്, ഇത് പെട്ടെന്ന് കഴിഞ്ഞോ? 1 മണിക്കൂർ പോലും ആയില്ലല്ലോ, അതിനു മുമ്പ് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തോൽവി സമ്മതിച്ചല്ലേ? ഇല്ല സാർ, ഞാൻ തോൽവിയൊന്നും സമ്മതിച്ചില്ല. പക്ഷേ എന്നെക്കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് സാർ ഇതൊന്ന് നോക്കിയേ സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിസൈൻ കൊടുക്കണം. ഉറപ്പായിട്ടും സാറിന് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നയന വരച്ച ഡിസൈൻ മുഴുവനും നമ്മുടെ ഡേവിഡ് നോക്കുക. ഡേവിഡിന് ഒരു ഉന്തോ മനസ്സിലായില്ല. കാരണം ഇയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു ഉന്തോ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഡേവിഡ് ഇത് മൊത്തം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഡിസൈനോ എന്താ സാർ ഇഷ്ടപ്പെട്ടില്ലേ? ഇത് വലിയ മെച്ചുള്ള ഡിസൈനൊന്നും അല്ല. ഈ ഡിസൈനൊക്കെ ഇവിടെ പണ്ടേ ചെയ്തിട്ടുണ്ട്. ഇല്ല സാർ, ഈ ഡിസൈൻ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് സാർ കാണുന്നത്. അതിന് തനിക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ? ഈ ഡിസൈനൊന്നും അയച്ചു കൊടുത്താൽ അവരിതിനെ അംഗീകരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാളവികയാണെങ്കിൽ ഇയാൾക്ക് എന്തറിയാം, ഇയാൾ ചുമ്മാ മന്നബുദ്ധി, ഇത്രയും നല്ല ഡിസൈൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വർക്ക് ചെയ്തിട്ട് പോലും. എന്നിട്ട് അയാൾ പറഞ്ഞ കേട്ടില്ലേ കൊള്ളൂല എന്ന്. അപ്പോൾ ഇങ്ങനെ എന്താ കുട്ടി, ഞാൻ എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, എൻ്റെ ശ്രമങ്ങളെല്ലാം പാഴായി പോയോ? അതൊന്നും പറയാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് അഴച്ചു കൊടുക്കണം. ഇനി ഇത് അഴച്ചു കൊടുത്തിട്ട് തൻ്റെ തലക്കെന്താ വെളിവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണി പാടൂലേ? സാറല്ലേ ഈ സ്ഥാപനത്തിൻ്റെ MD. അപ്പോൾ പിന്നെ സാറോട് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാകുമോ സാർ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, ഞാനേ ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ എല്ലാ അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസൈൻ നോക്കുന്ന ആൾക്കാർക്ക് ഞാൻ അധികാരങ്ങൾ കൊടുത്തത് കൊണ്ടേ എന്നോട് നല്ല ഫ്രീഡമാണ്. അവരെന്ത് കാര്യമാണെങ്കിലും എന്നോട് തുറന്നടിച്ച് പറയും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. അവരെന്നെ കളിയാക്കുക തന്നെ ചെയ്യും. സാർ അഴച്ചു കൊടുക്കും സാർ, ഞാൻ ഏതായാലും കഷ്ടപ്പെട്ടത് വരച്ചതല്ലേ, സാർ ഏതായാലും അഴച്ചു കൊടുക്കും. ഞാൻ അഴച്ചു കൊടുക്കാം, നോക്കാം മറുപടി എന്താകുമെന്ന്. പക്ഷേ നിരാശയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസൈനൊന്നും വലിയ മെച്ചമൊന്നുമില്ല സാർ. എന്തായാലും നിരാശയാണെങ്കിലും അല്ലെങ്കിൽ ഞാനതെല്ലാം സഹിച്ചോളാം സാർ. ഞാനിപ്പോൾ ഏതായാലും ഇവിടെ വന്നു, ഒരു ഇൻ്റർവ്യൂവിന് വന്നു, സാർ എനിക്കൊരു ടാസ്ക് തന്നു, ഞാനത് ചെയ്തു, എൻ്റെ പരമാവധി ഞാൻ ചെയ്തു. സാർ ഏതായാലും അഴിച്ചു കൊടുക്ക്, അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് നോക്കാം. ശരി, അഴിച്ചു കൊടുക്കണോ? കൊടുക്ക് സാർ. അങ്ങനെ ശരി, ഞാൻ അഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡേവിഡ് ആണെങ്കിൽ ആ ഒരു ഡിസൈന് നേരെ ഈ യഥാർത്ഥ MDയുടെ ഇതിലേക്ക് അഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അഴിച്ചു കൊടുത്തു. ഞാൻ ഏതായാലും അഴിച്ചു കൊടുത്തിട്ടുണ്ട്. മറുപടിയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നോക്കിയിട്ടില്ല, ഒരു മറുപടിയും വന്നിട്ടുമില്ല. പക്ഷേ ഈ മെയിലെല്ലാം നോക്കുകയാണ് ജലജയുടെ ഭർത്താവും അവന്തികയും. ഇവിടെ ചേർന്ന് നോക്കി കഴിഞ്ഞപ്പോഴൊക്കെ അവന്തികയാണെങ്കിൽ കണ്ണ് തള്ളി നിൽക്കണം. നല്ല അടിപൊളി ഡിസൈനുകളാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇയാൾക്കും ആണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയാണ്. മോളെ ഇത് നോക്കി മോളെ, എന്താ മോളുടെ അഭിപ്രായം? ഇത്രയും നല്ല ഡിസൈൻ. അതേ അച്ഛാ, ഇത്രയും നല്ല അടിപൊളി ഡിസൈൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അച്ഛാ.
ആ വന്നിരിക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അത് അപാര കഴിവ് തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. അതെ, ഇതിപ്പോ നയന ചെയ്തതിനേക്കാളും അടിപൊളി ഡിസൈനുകളല്ലേ ഈ പെണ്ണ് ചെയ്തിരിക്കുന്നത് എന്നവിടെ പറയാണ്. അതെ അതെ അതെ, നയന ചെയ്തതിനേക്കാളും അടിപൊളി ഡിസൈനുകളാണ്. ഓ, അനന്തമൂർത്തിക്കൊക്കെ എന്ത് അഹങ്കാരമായിരുന്നു, നയനയാണ് ഏറ്റവും വലിയ ഡിസൈനർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ഓഫീസിൽ വന്ന ആ പെണ്ണ് നന്നായിട്ട് ചെയ്യുന്നത്. അച്ഛാ, അപ്പൊ നമുക്കിത് സെലക്ട് ചെയ്യാല്ലേ? മോളുടെ അഭിപ്രായം എന്താ? എനിക്ക് ഇഷ്ടപ്പെട്ടു അച്ഛാ. ആ പെണ്ണിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോകുക തന്നെ ചെയ്യും. അവർക്ക് നല്ല ഓഫറും കൊടുക്കുമല്ലോ മോളെ. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വർണത്തിനൊക്കെ ഇപ്പൊ ഭയങ്കര വില കൂടിയേ. അപ്പോൾ ഉയരങ്ങളിലേക്ക് പോകുമെന്നുള്ളൊരു ചിന്ത തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഏതായാലും ഈ ഡിസൈൻ അടിപൊളിയാണ്. ഈ ഡിസൈനെ നമുക്ക് ഉറപ്പിച്ചവിടെ നിർത്തണം. അച്ഛാ, ആ ഡേവിഡിനോട് വിളിച്ച് പറഞ്ഞേര് ഉറപ്പിക്കാന്ന്. അങ്ങനെ ഡേവിഡിന് മെസ്സേജ് എടുക്കുക. അപ്പോൾ ഡേവിഡ് ആണെങ്കിൽ ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്ലിങ് ക്ലിങ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഡേവിഡ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് എക്സലൻ്റ് എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട് ഡേവിഡ് ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിലായി പോവാണ്. ദൈവമേ, ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞ എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോലെ. എന്താ സാർ? എന്താ? അതെ, മെസ്സേജ് അങ്ങനെ കൂടുതലൊന്നും വന്നൊന്നുമില്ല, ഓക്കേന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്താ സംഭവം എന്ന് അറിയാലോ. അപ്പോൾ ഡേവിഡ് മാറിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ സാർ? എടോ ഓക്കെ എടോ, ആ പെൺകുട്ടി നല്ല അടിപൊളിയായിട്ടല്ലേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടി നമ്മുടെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനി ഉയരങ്ങളിലേക്ക് പോകോടാ, അത് ഫിക്സ് ആണ് എന്ന് പറയാം. ശരി, ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പം മാളവികനോട് പറയുകയാണ്, മാളവികയെ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ ഫിക്സ് ആണെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മാളവിക സന്തോഷം കൊണ്ട് മാധ്യമത്തിലവസ്ഥയിലേക്കാണ്. ആണോ സാർ, ഞാനിവിടെ ഫിക്സ് ആണോ സാർ എന്ന് ചോദിക്കണം. അതെ, ഫിക്സ് തന്നെയാണ്. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അടിപൊളിയായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുകയാണ്. താങ്ക് യു സാർ, എനിക്കറിയായിരുന്നു എൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കണ്ട കേട്ടോ, കാരണം നിങ്ങൾക്ക് പിന്നെ നിരാശ ഉണ്ടാകാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാതിരുന്നത് എന്ന് പറയണം. സാറില്ല സാർ, ഏതായാലും ഡിസൈൻ ഇഷ്ടപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ മാളവിക ഡിസൈൻ തന്നെ ആയിരിക്കും അറിയപ്പെടാനായിട്ട് പോകുന്നത്. അത്ര വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല സാർ. ആഗ്രഹങ്ങളൊക്കെ വേണമല്ലോടോ, എന്നാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. സി യു. ബൈ ബൈ.